പ്രിയരെ നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ ഒരാളെ പരിചയപ്പെടുത്താം. പറമ്പ്രക്കാട്ട് രാജപ്പൻ ചേട്ടൻ. ആയവന കടുമ്പിടി സ്വദേശിയായ രാജപ്പൻ ചേട്ടൻ ഊരമനയിൽ എത്തിയിട്ട് 50 വർഷം കഴിഞ്ഞു. 5ാം ക്ലാസ് വരെ മാത്രമേ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ. തുടർന്ന് പഠിക്കുവാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നീട് പഠിക്കാനായില്ല. മൂവാറ്റുപുഴ പുന്നമറ്റം ഗവൺമെൻറ് LP സ്കൂൾ, പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസം. പിന്നീട് കഷ്ടപ്പാടിൻ്റെ ദുരിതക്കയങ്ങൾ നീന്തി കയറിയെങ്കിലും ഇന്നും അദ്ദേഹം കൂലിപ്പണി ചെയ്താണ് ജീവിക്കുന്നത്. നേരം പോക്കിനായി തുടങ്ങിയ പുസ്തക വായന അദ്ദേഹത്തിൻ്റെ കാവ്യഭാവനയെ ഉണർത്തിയെന്ന് പറയാം. എഴുതാൻ കഴിയുന്ന കിട്ടുന്ന കടലാസുകളിൽ കവിതകളും കഥകളും എഴുതി നിറയ്ക്കുകയാണ് രാജപ്പൻ ചേട്ടൻ. അദ്ദേഹം എഴുതിയ കവിതകളുടെ കൂമ്പാരം കണ്ടിട്ട് അത്ഭുതം തോന്നി. അത്ഭുതം മാത്രമല്ല, ഞെട്ടുക തന്നെ ചെയ്തു. ഇപ്പോഴും അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം എഴുതിയ ഒരു കീർത്തനത്തിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് നമുക്കൊന്ന് കേൾക്കാം. സത്യസ്വരൂപിണിയമ്മ, നിത്യനിരാമയി അമ്മ, പൂരമനയുടെ മുത്താണമ്മ, മണിമുത്താണമ്മ. ദുഃഖദിവാരിണി അമ്മ, നിത്യവിളക്കാണമ്മ, പൂരമനയുടെ പ്രഭയാണമ്മ, കതിരൊളിയാണമ്മ. നട തുറന്നാലോ കാണാം അമ്മ തൻ ദിവ്യരൂപം, നടയടച്ചാലും കാണാം ദിവ്യരൂപം മനസ്സിൽ. തൊഴുതു നിൽക്കുമ്പോൾ കാണാം പുഞ്ചിരി തൂകിയമ്മ, സ്വന്തനമേകി തഴുകിയമ്മ ഭക്തജന മനസ്സിൽ. സന്താന ഭാഗ്യത്തിനായി ഭക്തർ അമ്മതൻ മുൻപിലെത്തി, സങ്കടത്തോടെ കരഞ്ഞു പറഞ്ഞവർക്ക് ആശ്വാസമേകിയമ്മ. ചന്ദനം ചാർത്തിയമ്മ നിൽക്കുമ്പോൾ ചന്ദ്രൻ ഉദിച്ച പോലെ, ചെന്താമരപ്പൂവിൻ ചന്തമോടമ്മയെ കാണുവാൻ എന്തുരസം. തൊഴുതിറങ്ങുമ്പോൾ അമ്മ കൂട്ടിനെ കൂടെ വരും, വഴി നടക്കുമ്പോൾ അമ്മ താങ്ങി നടത്തുമല്ലോ. പൂരമനയിൽ വാഴും അംബികെ ശ്രീ ദുർഗാദേവി അമ്മേ, ശാന്തസ്വരൂപിണിയം ദുർഗാംബികെ നിത്യവും കൈതൊഴുന്നേ. ഇങ്ങനെ നാടറിയാതെ നാട്ടുകാരറിയാതെ പേരും പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കാതെ സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന രാജപ്പൻ ചേട്ടനെ പോലുള്ള അസാമാന്യ പ്രതിഭകൾ എല്ലാ നാട്ടിലും ഇങ്ങനെ ഉണ്ടാകും. അസാമാന്യ കാവ്യഭാവന മനസ്സിൽ പേറി നടക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ളവർ നാടിന് മുതൽക്കൂട്ട് തന്നെയാണ്. ഇനി മറ്റൊരു കാഴ്ചയുമായി വരും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.